ടു കരിയർ ടോക്ക് വിത്ത് അവോദ. സുഖല്ലേ? സുഖം തന്നെ. ഓക്കെ. ഇപ്പൊ എവിടെയാണ് താമസിക്കുന്നത്? ഞാനിവിടെ കോഴിക്കോട് അരക്കിണറാണ് താമസിക്കുന്നത്. കോഴിക്കോട്. ഓക്കെ. അവോദയിൽ ഏത് കോഴ്സായിരുന്നു പഠിച്ചിരുന്നത്? ഞാൻ ഡിജിറ്റൽ മാർക്കറ്റിംഗ് മലയാളമാണ് പഠിച്ചിരുന്നത്. ഡിജിറ്റൽ മാർക്കറ്റിംഗ്. അപ്പൊ അതിനു മുമ്പ് ഏതായിരുന്നു പഠിച്ചുകൊണ്ടിരുന്നത്? അതിനു മുന്നേ വേറെ കോഴ്സുകളൊക്കെ ചെയ്തുകൊണ്ടിരുന്നിരുന്നു. അപ്പോ ഡിജിറ്റൽ മാർക്കറ്റിംഗ് ആണല്ലോ ഇപ്പോ മൊത്തമായിട്ട് എല്ലാവരും പഠിക്കുന്നത്. സോഷ്യൽ മീഡിയയിലെല്ലാം കൂടുതലായിട്ട് നമുക്ക് ആവശ്യമുള്ള ഒരു കാര്യമാണല്ലോ. അങ്ങനെ ഞാൻ അവോദന്റെ ഒരു ഇൻസ്റ്റയിൽ കണ്ടപ്പോ പോസ്റ്റ് കണ്ടപ്പോ അങ്ങനെ കയറിയതാണ് അവോദയിൽ. ഓക്കെ ഓക്കെ. അപ്പൊ ഇപ്പൊ കറന്റ് വർക്കിംഗ് ആണോ? ഇപ്പൊ ഇന്റേൺഷിപ്പ് ചെയ്തുകൊണ്ടിരിക്കാണ്. ഇന്റേൺഷിപ്പ് അത് പെയ്ഡ് ആയിട്ടാണോ അതോ അൺപെയ്ഡ് ആണോ? അൺപെയ്ഡ് ആണ്. അൺപെയ്ഡ് ആണല്ലേ. ഓക്കെ. വർക്കിംഗ് എൻവയോൺമെന്റ് ഒക്കെ എങ്ങനെയുണ്ട്? കൊളീഗ്സ് ഒക്കെ ആയിട്ട് എങ്ങനെയാണ്? നല്ല അവര് നല്ല ഇതാണ്. നമ്മളെന്ത് ചോദിച്ചാലും കാര്യങ്ങളെല്ലാം നല്ല ക്ലിയർ ആയിട്ട് പറഞ്ഞു തരും. ഒക്കെ ക്ലിയർ ആക്കി തരും. നമുക്ക് എന്തെങ്കിലും ഡൗട്ട് ഒക്കെ ഉണ്ടാകുമ്പോ ചോദിച്ചാല് അതൊക്കെ കറക്റ്റ് അവര് പറഞ്ഞു തരുന്നുണ്ട്. കറക്റ്റ്. ഓക്കെ ഓക്കെ. അപ്പം റിസാനയ്ക്ക് അറിയാമോ ഇവിടെ നമുക്ക് 5 ഇയേഴ്സ് ഒക്കെ വരെ ജാപ്പ് യൂസ് ചെയ്യാൻ പറ്റും. അപ്പൊ അവോദയിൽ ആ പഠിച്ചിരുന്നപ്പോ ജാപ്പ് സെഷനിലൊക്കെ അറ്റൻഡ് ചെയ്തിരുന്നോ? ജാബ് സെക്ഷനൊക്കെ അറ്റൻഡ് ചെയ്തിരുന്നു. ജാബ് സെക്ഷനിലൂടെ ഇന്റർവ്യൂ ചെയ്തിട്ടാണ് ഇന്റേൺഷിപ്പിന് കിട്ടിയത്. കിട്ടിയതല്ലേ. ഓക്കെ. ഡൗട്ട് ക്ലിയറൻസ് സെഷനൊക്കെ അറ്റൻഡ് ചെയ്തിരുന്നോ? അറ്റൻഡ് ചെയ്തിരുന്നു. അറ്റൻഡ് ചെയ്തിരുന്നു. ഓക്കെ. ഓ റിസാനയ്ക്ക് അറിയാലോ ഇവിടെ അവോദയില് വളരെ അഫോർഡബിൾ ആയിട്ടുള്ള റേറ്റിലാണ് നമ്മൾ കോഴ്സസ് ഒക്കെ പ്രൊവൈഡ് ചെയ്യുന്നത്. അപ്പൊ ആദ്യമായിട്ട് ഇതിനെപ്പറ്റി കേട്ടപ്പോ ഇത് ഫേക്ക് ആണോ അതോ സ്കാം ആണോ അങ്ങനെയൊക്കെ തോന്നിയിരുന്നോ? ആദ്യമായിട്ട് കേട്ടപ്പോ ഇത്രയും ഒരു ചെറിയ ഒരു പൈസക്ക് നമ്മൾ ഇത്രയും ഒരു കോഴ്സ് ഇത്രയും വലിയൊരു കോഴ്സ് പഠിക്കാമെന്ന് ഒരിക്കലും വിചാരിച്ചിട്ടില്ല. അപ്പോ ഇതില് ചേർന്ന് ഇങ്ങനെ ഒരു ഇന്റേൺഷിപ്പ് വരെ എത്തിയപ്പോ നമുക്ക് വിശ്വാസമായി. ആദ്യം ഞാൻ വിചാരിച്ചു ഫേക്ക് ആയിരിക്കും എന്നുള്ളത്. എന്നാലും ഒന്ന് കയറി നോക്കാന്നുള്ളതിലാണ് കയറിയത്. പക്ഷെ ഇപ്പൊ ഇവിടെ വരെ എത്തിയപ്പോ നമുക്ക് മനസ്സിലായല്ലോ അതൊരു ഫേക്ക് അല്ല എന്നുള്ളത്. ഓക്കെ ഓക്കെ. ഇപ്പൊ കോൺഫിഡന്റ് അല്ലേ? അതെ അതെ കോൺഫിഡന്റ് ആണ്. ഓക്കെ. കുറെ കാര്യങ്ങൾ അതിലൂടെ പഠിക്കാൻ കഴിഞ്ഞ് നമ്മൾ അവോദയിൽ വന്നതോടെ തന്നെ കുറെ കാര്യങ്ങൾ നമ്മൾ പഠിച്ചെടുത്തു. ഇപ്പൊ ഇന്റേൺഷിപ്പിലൂടെയും കുറെ കാര്യങ്ങൾ പഠിച്ചുകൊണ്ടിരിക്കുന്നു. ഓക്കെ ഓക്കെ. അപ്പം അവോദയില് 40+ കോഴ്സസ് നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അത് ഡിഫറെന്റ് ലാംഗ്വേജിൽ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അപ്പോ ഇപ്പൊ അവോദയിൽ ഇനി പഠിക്കാൻ ആഗ്രഹിക്കുന്ന കുട്ടികളോടും ഇപ്പൊ പഠിച്ചുകൊണ്ടിരിക്കുന്ന കുട്ടികളോടും എന്താണ് റിസാനയ്ക്ക് പറയാനുള്ളത്? ഇത് വളരെ നല്ലൊരു കോഴ്സാന്നേ ഞാൻ പറയുള്ളൂ. ഇനി പുതിയൊരു കോഴ്സ് ആരെങ്കിലും തിരഞ്ഞെടുക്കുന്നുണ്ടെങ്കിൽ ഇങ്ങനത്തെ ഡിജിറ്റൽ മാർക്കറ്റിംഗ് പരമായിട്ടുള്ള ഒരു കോഴ്സ് എടുക്കാനും ഒക്കെ ആയിരിക്കും ഞാൻ പറയാ. കാരണം നമുക്ക് ഇനിയുള്ള ഒരു കാലഘട്ടത്തിൽ ജീവിക്കണമെങ്കിൽ നമുക്ക് സോഷ്യൽ മീഡിയ ഉപയോഗിച്ചേ പറ്റുള്ളൂ. അപ്പൊ ഒരു അവസരം ഒഴിവാക്കണ്ട. ഇതൊരു നല്ലൊരു ഇതിലേക്കാണ് അവോദ എന്ന് പറയുന്നത്. നമുക്ക് വിശ്വസിക്കാം, പൂർണ്ണമായിട്ട് വിശ്വസിക്കാം. ഇപ്പൊ ഇന്റേൺഷിപ്പ് വരെ ഞാൻ എത്തിയപ്പോൾ എനിക്ക് അതിൽ പൂർണ്ണമായിട്ട് വിശ്വാസമായി. ഇപ്പൊ ഇത്രയും ചെറിയ തുകക്ക് നമുക്കൊരു ഫീസിന് ഇത്രയും ഒരു വലിയ കോഴ്സ് കിട്ടുന്നത് വലിയൊരു കാര്യമാണ്. അപ്പൊ ഇനിയുള്ള സ്റ്റുഡൻസിനൊക്കെ നമ്മൾ ഇനിയും അതിലേക്ക് ഒരു അവസരം ആയിട്ട് അവരെത്തി വരട്ടെ എന്നാണ് ഞാൻ പറയുന്നത്. ഓക്കെ ഓക്കെ. അപ്പൊ റിസാനയുടെ ഇത്രയും വിലപ്പെട്ട സമയം നമുക്ക് വേണ്ടി മാറ്റി വെച്ചതിൽ വളരെയധികം നന്ദി പറയാണ്. ഇനിയുള്ള റിസാനയുടെ അപ്കമിങ് കരിയർ വളരെ സക്സസ്ഫുൾ ആയിരിക്കട്ടെ എന്ന് അവോദയുടെ ഭാഗത്തുനിന്ന് വിഷ് ചെയ്യാണ്. താങ്ക് യു സോ മച്ച് റിസാന. താങ്ക് യു സോ മച്ച്. ഓക്കെ താങ്ക് യു.